മൃഗത്തെക്കാളും മതപ്പതിച്ചവർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഒന്നിരിക്കെ കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഒന്ന് കണ്ടോളി. പ്രേരിപ്പിക്കുന്നതാണ്. അമ്മമാരെ മാത്രം നോക്കി കൊല്ലുന്ന സാധനമാണ്. അമ്മയെ കഴുത്തറുത്ത് കൊല്ലാൻ പറ്റും. അമ്മയെ കഴുത്തറുത്ത് കൊല്ലാനുള്ള ബോധപൂർവ്വമുള്ള എല്ലാ മനുഷ്യന്മാരും ഇവിടെ ചെയ്യും. താമരശ്ശേരിയിൽ ഒരു ഒറ്റ സംഭവത്തിൽ ഞാൻ പറയാം, മകൻ അമ്മയുടെ കഴുത്തറുത്ത് വന്നെങ്കിൽ തിരുവനന്തപുരത്ത് ഒറ്റ സംഭവത്തിൽ മകൻ അച്ഛന്റെ കഴുത്തറുത്ത് കൊല്ലാൻ ഈ പറഞ്ഞ MDMA കാരണമായെങ്കിൽ അത് ഗുരുതരമാണ്. അല്ല, ഇപ്പൊ ഒറ്റ സംഭവത്തിൽ മാത്രം മതി. അല്ല, ഒരൊറ്റ ബോംബ് കൊണ്ട് 50 ലക്ഷം പേരെ കൊല്ലാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ഇയാൾ ഗുരുതരമാണെന്നൊന്നും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമൊന്നും വേണ്ട. അത് നടക്കത്തില്ല. അങ്ങനല്ല വിഷയം മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെയല്ല. പൊതുസമൂഹം, ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും, സാധാരണ മനുഷ്യന്മാരൊക്കെ മനസ്സിലാക്കുന്നത് പോലെയല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇദ്ദേഹത്തിനിക്ക് തോന്നും പോലെ മനസ്സിലാക്കണം. അതായത് ഈ അമ്മയെ കൊല്ലുക, അച്ഛനെ കൊല്ലുക എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു നോർമലായൊരു കാര്യം മാത്രമാണ്. അതായത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു കൊതുക് നമ്മുടെ രക്തം കുടിക്കാൻ വരുമ്പോൾ ആ കൊതുകിനെ തല്ലിക്കൊല്ലും പോലെയാണ് സ്വന്തം അമ്മയെയും അച്ഛനെയൊക്കെ കൊല്ലുക എന്നുള്ളത്. അതൊക്കെ ഒരു നോർമലായി കാണേണ്ടതേ ഉള്ളൂ. നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല എങ്കിൽ, അവരുടെ വയസ്സങ്ങ് കൂടിപ്പോയാൽ, അല്ലെങ്കിൽ അവർ നമുക്കൊരു ശല്യമായി തോന്നുകയാണെങ്കിൽ അവരങ്ങനെ തല്ലിക്കൊല്ലുക, അത്ര ഇതിനൊക്കെ കാണേണ്ടതുള്ളൂ എന്നാണ് ഈ വിദ്വാൻ പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ മൃഗത്തെക്കാളും മതപ്പതിച്ചു പോകുന്ന ഒരു പ്രത്യേകമായ ചില സന്ദർഭങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാകുന്ന മനസ്സ്, ആ മനസ്സങ്ങ് മരവിച്ചു പോയാൽ ഇങ്ങനെ അങ്ങോട്ടാകും. ഇതൊന്നും ഇദ്ദേഹം ഈ ഡ്രഗ്സിന് അടിമയായി പറയുന്നതല്ല. ഡ്രഗ്സിന് അടിമയായി പറയുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഡ്രഗ്സ് അടിച്ചാണ് ഇതൊക്കെ പറയുന്നത് എങ്കിൽ, മയക്കുമരുന്ന് ഉപയോഗിച്ചാണിത് പറയുന്നത് എങ്കിൽ കുറച്ച് നേരത്തേക്കാണ് എന്ന് പറയാം. ആ മയക്കുമരുന്നിനേക്കാളും അപകടകരമായ ഒരു വിഷമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുത്തിവെക്കപ്പെട്ടിരിക്കുന്നത്. അതേപോലെ മറ്റുള്ളവരുടെ മനസ്സിൽ അദ്ദേഹം കുത്തിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. അതുകൊണ്ട് ഇതുപോലുള്ളവരിൽ നിന്നാണ് പൊതുസമൂഹത്തിനെ കാക്കേണ്ടത്, ഡ്രഗ്സിൽ നിന്ന് കാക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനമായും.